നമസ്കാരം. മെട്രോ മാറ്റിനിലേക്ക് സ്വാഗതം. മലയാളികൾക്കേറെ പ്രിയങ്കരനായ നടനാണ് ജഗദീഷ്. അദ്ദേഹത്തിന്റെ പഴയകാല ചിത്രങ്ങളിലെ കോമഡികൾ വർഷങ്ങൾക്കിപ്പുറവും പ്രേക്ഷകരെ കുടുകുടാ ചിരിപ്പിക്കാറുണ്ട്. അഭിനയത്തിനു പുറമെ തിരക്കഥ, കഥാ സംവിധാനം തുടങ്ങിയ സിനിമയുടെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചിട്ടുണ്ട് ജഗദീഷ്. ഓഫ് സ്ക്രീനിൽ നല്ലൊരു അധ്യാപകൻ കൂടിയാണ് ജഗദീഷ്. അവതാരകൻ എന്ന നിലയിലും ശ്രദ്ധ നേടിയിട്ടുള്ള ജഗദീഷ് രാഷ്ട്രീയത്തിലും ഒരു കൈ നോക്കിയിട്ടുണ്ട്. കോമഡിയാണ് ജഗദീഷിനെ താരമാക്കുന്നതെങ്കിലും നായകനായും വില്ലനായും എല്ലാം കൈയടി നേടിയിട്ടുണ്ട് ജഗദീഷ്. ഇപ്പോൾ നീണ്ട നാളത്തെ ഇടവേളയ്ക്കു ശേഷം വീണ്ടും സിനിമകളിൽ സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ് നടൻ. ജഗദീഷിന്റെ ഭാര്യ ഡോക്ടർ പി രമയുടെ വിയോഗം സിനിമാ ലോകത്തെയും ആരാധകരെയും ഒന്നടങ്കം ഞെട്ടിച്ച ഒന്നാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഫോറൻസിക് വിഭാഗം മേധാവിയായിരുന്നു രമ. അസുഖബാധിതനായി ഏറെ നാളുകളായി കിടപ്പിലായിരുന്നു. 2022 ഏപ്രിൽ 1 തീയതിയാണ് രമ അന്തരിച്ചത്. കേരളത്തിലെ പ്രമാദമായ പല കേസുകളിലും ഫോറൻസിക് രംഗത്ത് രമ നടത്തിയിട്ടുള്ള കണ്ടെത്തലുകൾ നിർണായകമായിരുന്നു. മറ്റു നടന്മാരുടെ ഭാര്യമാരെ പോലെ എപ്പോഴും പൊതുവേദികളിൽ ജഗദീഷിനൊപ്പം രമ പ്രത്യക്ഷപ്പെടാറുണ്ടായിരുന്നില്ല. ഞാൻ ഭാര്യയ്ക്കൊപ്പം എന്തുകൊണ്ട് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുന്നില്ലെന്നതിന്റെ കാരണം ജഗദീഷും അഭിമുഖങ്ങളിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ ജീവിതത്തിൽ ഭാര്യ രമ വഹിക്കുന്ന പങ്കിനെക്കുറിച്ച് മുമ്പ് പല അഭിമുഖങ്ങളിലും താരം തുറന്നു പറഞ്ഞിരുന്നു. സമ്പന്നമായ കുടുംബത്തിൽ നിന്നും തന്നോടൊപ്പം ജീവിക്കാൻ എത്തിയപ്പോഴും പരാതികൾ പറയാതെ എല്ലാത്തിനോടും പൊരുത്തപ്പെടാനാണ് രമ ശ്രമിച്ചിരുന്നത് എന്നാണ് ജഗദീഷ് പറഞ്ഞത്. ഭാര്യയുടെ വിയോഗത്തിന് ശേഷം ജഗദീഷ് ആകെ തകർന്ന അവസ്ഥയിലായിരുന്നു. ഭാര്യയുടെ വേർപാട് സംബന്ധിച്ച് 2 വർഷത്തോട് അടുക്കുമ്പോഴും ഇപ്പോഴും രമയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ജഗദീഷിന്റെ കണ്ണ് നിറയും. ഇപ്പോഴത്തെ ഭാര്യയ്ക്ക് പ്രിയപ്പെട്ട പാട്ടിനെക്കുറിച്ചും ഗായികയെക്കുറിച്ചും ജഗദീഷ് വെളിപ്പെടുത്തിയ വീഡിയോയാണ് വൈറലാകുന്നത്. ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന സംഗീത പരിപാടിയായ ഐഡിയ സ്റ്റാർ സിംഗറിൽ അതിഥിയായി എത്തിയപ്പോഴാണ് നടൻ മനസ്സ് തുറന്നത്. രമ നല്ലൊരു പാട്ട് ആസ്വാദകയായിരുന്നു. രമയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരി ചിത്രയാണ്. ചിത്രയുടെ പാട്ടായിരുന്നു രമയുടെ ഫോണിലെ കോളർ ടൂൺ. കാതിൽ തേന്മഴയായി എന്ന ചിത്രയുടെ പാട്ടായിരുന്നു രമയുടെ കോളർ ടൂൺ. ആ പാട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഇഷ്ടം എന്നതിനപ്പുറം എനിക്കൊരു നൊമ്പരമാണ്. ആ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് സന്തോഷമൊക്കെ തോന്നും. പക്ഷേ അതേസമയം തന്നെ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് രമയുടെ മുഖമാണ്. സംഗീതത്തിന് നമ്മളെ എന്നും വേറെ ഒരു ലോകത്തിലേക്ക് ഉയർത്താൻ കഴിയും. രമ ചിത്രയുടെ ഒരു വലിയ ഫാനായിരുന്നു എന്നാണ് ജഗദീഷ് പറഞ്ഞത്. ശേഷം ചിത്ര അതേ ഗാനം ആലപിച്ചപ്പോൾ കണ്ണു നിറഞ്ഞുകൊണ്ട് ആ ഗാനം ജഗദീഷ് ആസ്വദിക്കുന്നതും വീഡിയോയിൽ കാണാം. അടുത്തിടെയും അദ്ദേഹം ഭാര്യയെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഞാൻ കൂടുതൽ ക്യാരക്ടർ വേഷം ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്നയാളാണ് ഭാര്യ രമ. ഇപ്പോൾ അത്തരം കഥാപാത്രങ്ങൾ കൂടുതൽ വന്നപ്പോൾ കാണാൻ അവളില്ല. ഞാൻ രാത്രി കിടക്കുമ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പോഴും രമ മനസ്സിലേക്ക് കടന്നു വരും. എന്റെ കഴിവിൽ എന്നേക്കാൾ വിശ്വസിച്ചിരുന്നത് അവളായിരുന്നു. നല്ല ക്യാരക്ടർ വേഷങ്ങൾ ഉറപ്പായും തേടി വരും എന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. സിനിമയുടെ പ്രശസ്തിയോ സിനിമാ നടന്റെ ഭാര്യ എന്ന പേരോ രമ ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. മക്കളുടെ കല്യാണത്തിന് അതിഥികൾ വരുമ്പോൾ ഞാൻ രാഷ്ട്രീയക്കാരെയും സിനിമാക്കാരെയും സ്വീകരിക്കാൻ നിൽക്കുമ്പോൾ രമ അവളുടെ ജോലിയുമായി ബന്ധപ്പെട്ട സ്റ്റാഫിനെയും പഴയ കൂട്ടുകാരെയും സ്വീകരിക്കാനാണ് മുന്നിൽ നിന്നത്. തനിക്ക് പിടിപെട്ട രോഗാവസ്ഥയെക്കുറിച്ച് ഡോക്ടർ എന്ന നിലയിൽ രമയ്ക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. എന്നാൽ ഒരിക്കൽ മാത്രമേ രമയുടെ കണ്ണ് നിറഞ്ഞ് ഞാൻ കണ്ടിട്ടുള്ളൂ എന്നും അദ്ദേഹം കണ്ണീരോടെ പറഞ്ഞിരുന്നു. You're watching me on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.